അല്പനേരത്തെ ഹ്രസ്വചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 8-ഉം 11-ഉം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. മേശമേൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദാസ്യ ശുശ്രൂഷയാണ് തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ നിയോഗ ശുശ്രൂഷയും അതിൽ ഓരോ വെല്ലുവിളികൾ ഉണ്ട്. അതിൽ നിരാശരാകാതെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നും അന്ത്യത്തോളം വഴി നടത്തുവാൻ മതിയായവനാണ് എന്നുമുള്ള സത്യം മറന്നുപോകരുത്. എന്തുകൊണ്ടെന്നാൽ മശിഹായുടെ കലവറയില്ലാത്ത കൃപയാലാണ് അയോഗ്യരായ നമ്മെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നത്. ആ കൃപയിൽ നിന്നുകൊണ്ട് വിളിച്ചവനെ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രസാദിപ്പിച്ചുകൊണ്ട് സാക്ഷ്യമുള്ളവരായി വിശ്വസ്തമുള്ളവരായി നിൽക്കുവാൻ നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതാണ്. ക്രിസ്തു യേശുവിലുള്ള സമഗ്ര വീണ്ടെടുപ്പിലേക്കാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ വഴി നടത്തുവാൻ ഒരു പട്ടക്കാരിലൂടെ നമുക്ക് കഴിയണം. അതിന് പട്ടക്കാരായ നാം സഹചരുടെ സഹയാത്രയിൽ സഹയാത്രികർ ആയി തീരുമ്പോഴാണ് ഈ ശുശ്രൂഷയിൽ സമഗ്ര വീണ്ടെടുപ്പിൻ്റെ അംശികളായി തീരാൻ കഴിയുന്നത്. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വിശ്വസ്തനായി എണ്ണിയതുകൊണ്ടാണ് സഭ നമ്മെ വിശ്വസ്തനായി തിരഞ്ഞെടുത്തത്. ആയതിനാൽ നിസ്സഹായരും നിസ്വരമായ മനുഷ്യരെ കാണുവാനും അവർക്ക് ഒരു പരിഹാരമാകുവാനുമാണ് നാം ആയിത്തീരേണ്ടതും നമ്മുടെ ശുശ്രൂഷയിലാകേണ്ടതും ഓരോ പട്ടക്കാരനും. അതിൽ മനസ്സലിവിൻ്റെ ശുശ്രൂഷയുണ്ട്, സ്വാന്തന ലേപന ശുശ്രൂഷയുണ്ട്, ആർദ്രതയുടെ രൂപമുണ്ട്. ചുരുക്കത്തിൽ കരുണയുടെ കൈവഴികളായി ആകേണ്ടവരാണ് ഓരോ പട്ടക്കാരും. തിരക്കിനിടയിലും തിരുഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഒരു പട്ടക്കാരന് എപ്പോഴും കഴിയണം. തിരക്കിനിടയിലും തിരുഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഒരു പട്ടക്കാരന് എപ്പോഴും കഴിയണം. ഓരോ നിയോഗ ശുശ്രൂഷയും ഓരോ തിരിച്ചറിവിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ 3 തിരിച്ചറിവുകൾ ഒരുമിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ഞാൻ ആരാണെന്നും ആരെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടതും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നാം ആരാണെന്നും ആരെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നും ഉള്ള ഓർമ്മപ്പെടുത്തൽ. ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു ഏൽപ്പിക്കുന്ന ആട്ടിൻകൂട്ടത്തെ പാലിക്കുവാനും ക്രിസ്തു സദൃശമായ സ്നേഹത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാനും വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാരൻ. ഈ ഭാഗത്ത് ഒരു തൊഴുത്തിൽ ഉൾപ്പെട്ട ആടുകളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു എന്നെല്ലാം പറയുമ്പോൾ ആരെയാണോ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരെയെല്ലാം സംരക്ഷിക്കുവാൻ, അവർക്ക് നല്ല മാതൃകയാകുവാൻ, അവർക്ക് ഒരു വഴിയായിത്തീരുവാൻ, അവർക്കെല്ലാം ദൈവ സ്നേഹത്തിൻ്റെ സമീപസ്ഥനായി തീരുവാൻ ഒരിടയൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നാം ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ ചെയ്യുന്നു. പണ്ട് നഫ്താലി എന്ന റബിയെക്കുറിച്ച് ഇപ്രകാരം ഒരു കഥ ഉണ്ട്. നഫ്താലി വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിടത്തൊരു കാവൽക്കാരൻ നിൽക്കുന്നത് അദ്ദേഹം കാണുകയാണ്. ആ യജമാനൻ്റെ വീടിന് കാവൽ നിൽക്കുമ്പോൾ അയാളുടെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി തൻ്റെ
ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. നബ്ദാലി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. കുശലാന്വേഷണം പോലെ അവനോട് ചോദിച്ചു, ആരെയാണ് നീ സേവിക്കുന്നത്? എന്നാൽ കാവൽക്കാരൻ അതിന് മറുപടി പറയാതെ തിരിച്ചൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അതിപ്രകാരമാണ്. ആ ചോദ്യം ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അങ്ങ് ആരെയാണ് സേവിക്കുന്നത്? ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഈ കാവൽക്കാരൻ ഒരു മറു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, അങ്ങ് ആരെയാണ് സേവിക്കുന്നത്? ഈ റബി ഈ ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ചോദ്യത്തിന് അദ്ദേഹം അവിടെ അത്ഭുത ശബ്ദനായി നിന്നു. പക്ഷേ സേവിക്കുന്നത്, ഞാൻ യഹോവയാണ് സേവിക്കുന്നതെന്ന് റബി ഒരു നിമിഷം ചിന്തിക്കുകയാണ്. റബി ആ കാവൽക്കാരനോട് പറയുകയാണ്, സത്യത്തിൽ ഞാൻ ഇതുവരെയും ആരെയും സേവിച്ച് തുടങ്ങിയിട്ടില്ല. സത്യത്തിൽ ഞാൻ ഇതുവരെയും ആരെയും സേവിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ അയാൾ കാവൽക്കാരനോട് ചോദിച്ചു, ഇന്നു മുതൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ റബി പറഞ്ഞു, എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ നീ ചെയ്യണം. ഞാൻ ആരാണെന്നും ആരെയാണ് സേവിക്കേണ്ടതെന്നും ഒരു ഓർമ്മപ്പെടുത്തൽ കാവൽക്കാരാ നീ എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് പറയുകയാണ്. ദൈവവചനത്തിൻ്റെ വചനം നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്, യാഥാർത്ഥ്യമാണ്. നീ ആരാണ്? നീ ആരെയാണ് സേവിക്കുന്നത്? ഈ ചോദ്യത്തിന് നിരന്തരം ഉത്തരം കണ്ടുപിടിക്കേണ്ടവരാണ് ഓരോ പട്ടക്കാരനും. പട്ടത്തെ ശുശ്രൂഷ അത് തിരിച്ചറിഞ്ഞേ മതിയാകൂ. നല്ല ഇടയനായ ക്രിസ്തുവിനാൽ വിളിച്ച് വേദനിക്കപ്പെട്ടവനാണ് ഓരോ പട്ടക്കാരനും. ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ കർത്താവ് വിളിച്ചവനാണ് പട്ടക്കാരൻ. ആ ഒരു ചിന്ത നമ്മെ എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ അവിടുന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. ഫ്രാൻസിസ് ഓഫ് അസിസിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ദേവാലയത്തിൽ വളരെ ജീർണിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്, എൻ്റെ ആലയം ജീർണിച്ചിരിക്കുന്നു, അതിനെ ഉദ്ധരിച്ചാലും എന്ന ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ച്, ശരിയാണ്, എൻ്റെ ദേവാലയം ജീർണിച്ചിരിക്കുന്നു, അതിന് ദൈവം എന്നോട് ഇത് പുനരുദ്ധരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം പുനരുദ്ധാരണത്തിലേക്ക് ശ്രമിച്ചു. ഈ പുനരുദ്ധാരണം കഴിഞ്ഞ് അതിന് സ്തോത്രപ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്, എൻ്റെ ആലയം ജീർണിച്ചിരിക്കുന്നു, നീ അതിനെ പുനരുദ്ധരിച്ചാലും. മറ്റ് പല ജീർണതയിൽ കഴിഞ്ഞ പള്ളികളുടെയും പുനരുത്ഥാന ശുശ്രൂഷയിൽ അദ്ദേഹം വ്യാപൃതനായി. എന്നിട്ടും ഈ ശബ്ദം നിലയ്ക്കാതെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തുടരുന്ന ഈ അവസരത്തിൽ ഈ ശബ്ദം അദ്ദേഹത്തിന് തിരുത്തലായി. വീണ്ടും ചോദിക്കുകയാണ്, തൻ്റെ സാക്ഷാൽ ദൈവത്തിൻ്റെ ആലയമായ മന്ദിരങ്ങളെ, ഈ ജനങ്ങളെ, ഓരോ വ്യക്തികളെയും അവരുടെ ജീർണാവസ്ഥയിൽ നിന്ന്, തകർന്ന അവസ്ഥയിൽ നിന്ന് പണിയുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. സാധാരണ നമ്മളിലൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സ്ട്രക്ചറൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് ആണ്. അതിലപ്പുറമായി പീപ്പിൾ ജീർണിച്ചിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ പുനരുദ്ധരിക്കുന്ന ശുശ്രൂഷയാണ് നമ്മളിവിടെ നിശബ്ദമായിരിക്കുന്നത്. നാം ആരെയാണ് സേവിക്കുന്നത്? നാം ആരാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? രണ്ടാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹചരുടെ സഹനങ്ങളിൽ സഹയാത്രികർ ആകേണ്ടവരാണ് ഓരോ പട്ടക്കാരൻ എന്ന ഓർമ്മപ്പെടുത്തൽ. സഹചരുടെ സഹനങ്ങളിൽ സഹയാത്രികർ ആകണം. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഇടയ ശുശ്രൂഷയാണ്. അതിലെ ഓരോ ആടും
ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യം നിറഞ്ഞവനായിരിക്കണം ഓരോ പട്ടക്കാരനും. അതോടൊപ്പം തന്നെ നാം ഓർക്കണം, ആരെയാണ് നാം സൂക്ഷിക്കേണ്ടത്, ആരെയാണ് സേവിക്കേണ്ടത്. കർത്താവ് പത്രോസ് തിബരിയാസ് കടൽ തീരത്ത് വെച്ച് പറയുന്നത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നാണ്. ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞാടുകളെ മേയ്ക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടവകയിലെ ഏതെങ്കിലും കുറേ മനുഷ്യരെ ശുശ്രൂഷിക്കുകയല്ല, ആരെങ്കിലും ഒക്കെ ശുശ്രൂഷിക്കുകയല്ല. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകയും സമൂഹത്തെയും ശുശ്രൂഷിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോഴാണ് സഹചരുടെ സഹനയാത്രയിൽ ഒത്തു യാത്ര ചെയ്യുവാൻ കഴിയുന്നത്. പത്തനംതിട്ടയിലെ മുൻ ജില്ലാ കളക്ടർ തൻ്റെ കൈയൊപ്പിട്ട വഴികൾ എന്ന പുസ്തകത്തിൽ ദിവ്യ എസ് അയ്യർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന, ഈ ഇടനാഴിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെക്കുറിച്ച് അവർ പറയുന്ന ഇപ്രകാരമാണ്: വളരെ ആദരവോടുകൂടിയാണ് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത്. അതിലിപ്രകാരം പറയുന്നു: പ്രശ്നങ്ങളും എല്ലാം നിറചാർത്തണിയുന്ന ജീവിതഗന്ധിയായ അനുഭവ കഥകളിലൂടെ കഴിയുന്നതായ ധാരാളം ആളുകൾ, വേദനകളും നിവേദനങ്ങളും കൊണ്ട് നിറഞ്ഞ ജനതം. അവരെ നമുക്ക് എൻ്റെ മുന്നിൽ ഒരു മൂകസാക്ഷിയായി തീരേണ്ടവനല്ല ഞാൻ, പിന്നെയോ പരസ്പരം കൈപിടിച്ച് ജീവിത വഴിയിലൂടെ ആ ഭാരം കൈമാറുന്ന, ആ ഭാഗം വഹിക്കുന്നതായ ഒരു സഹയാത്രികനാണ് ഞാൻ ആയിത്തീരേണ്ടത്. ആയതിനാൽ ഒരു പട്ടക്കാരൻ എന്നും ഒരു സഹയാത്രികനാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ ഭാരങ്ങൾ പേറിക്കൊണ്ട് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അംശികളായി തീരേണ്ടവനാണ്. മൂന്നാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി, അജഗണത്തിനു വേണ്ടി ഇടപെടുകയും ഉള്ളവർ ആയിരിക്കണം ഒരു പട്ടക്കാരൻ എന്ന ഓർമ്മപ്പെടുത്തൽ. ക്രിസ്തുവിന് വേണ്ടി, അജഗണത്തിനു വേണ്ടി ഇടപെടുകയും ചെയ്യുന്നവനായിരിക്കണം ഒരു പട്ടക്കാരൻ. ഫ്രാൻസിസ് സേവിയർ പ്രസിദ്ധമായ തൻ്റെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത് 2 തരത്തിലുള്ള ജീവിതമുണ്ട്. ഒന്നുകിൽ ആർക്കു വേണ്ടി ഒന്നും ചെയ്യാതെ തുരുമ്പെടുത്ത് ജീർണിച്ച് ഇല്ലാതെ ആകാം. അതല്ല എങ്കിൽ എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന് ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുകയും ജനതയുടെ വേദനകൾ ഒപ്പുകയും ചെയ്യുന്ന, തേഞ്ഞ് ഇല്ലാതാകുന്ന ശുശ്രൂഷ. ഫ്രാൻസിസ് സേവിയർ പറഞ്ഞത് തേഞ്ഞില്ലാതാകണം എന്ന ഓപ്ഷനാണ് എൻ്റെ ജീവിതത്തിലെ ഓപ്ഷൻ എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു പട്ടക്കാരൻ്റെ നിയോഗവും അതും മാത്രമാണ്, അതും കൂടിയാണ്. ഞായറാഴ്ചകളിലെ കുർബാനകളിൽ മാത്രം മതിമയങ്ങാതെ, അതിൽ മാത്രം ഒതുങ്ങാതെ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങളിൽ ഇടപെടുകയും അവരിൽ ഒരാളായി തീരുകയും അവരെ ജീവിപ്പിക്കുന്ന ജീവന്റെ വെളിച്ചമായി വഴിയായി തീരേണ്ടവനാണ് ഓരോ പട്ടക്കാരൻ. 3 ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വേദഭാഗത്തിലൂടെ പങ്കിടുവാനാണ് ശ്രമിച്ചത്. 1, നാം ആരാണെന്നും ആരെയാണ് ശുശ്രൂഷ ചെയ്യുന്നതും എന്ന ഓർമ്മപ്പെടുത്തൽ. 2, സഹചരുടെ സഹനങ്ങളിൽ സഹയാത്രികരാകേണ്ടവരാണ് ഓരോ പട്ടക്കാരനും. 3, ജനങ്ങളോടൊപ്പം തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തുവിന് വേണ്ടി, അജഗണത്തിന് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു പട്ടക്കാരൻ. ഈ 3 ഓർമ്മപ്പെടുത്തലുകൾ കർത്താവ് നമ്മുടെ മുൻപോട്ടുള്ള ശുശ്രൂഷയിൽ നമുക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ക്രിസ്റ്റി ശമ്മാസിനും ഇതിന് തമ്പുരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പട്ടത്തെ സമൂഹം ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിച്ച്
സഹചരുടെ സഹനയാത്രകളിൽ കണ്ണിയായിത്തീരുവാൻ, ഒരു കൈവഴിയെ കാരുണ്യത്തിൻ്റെ കൈവഴിയായിത്തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. ദൈവം തമ്പുരാൻ അതിന് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.